പോക്കോയുടെ പോക്കോ F3 GT എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ F3 GT എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ പോക്കോ F3 GTയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ടെർബോ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 1.07 ബില്യൺ കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗെയിമിങ്ങിലും യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ ചിപ്പ് ഓൺ പാനൽ സ്ക്രീൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ഫോണിൽ ഡിസ്പ്ലേ പാനൽ കർവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പുറത്ത് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല, പുറത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. കർവ് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണലി ആണ്. ഇങ്ങനെ കർവ് ചെയ്തുകൊണ്ട് അതിൻ്റെ എൻഡിൽ ചിപ്പും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിനുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ബെസൽസ് ചെറുതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 205 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.3 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ എയറോസ്പേസ് ഗ്രേഡ് അലൂമിനിയം ഫ്രെയിമും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സ്ലിപ്പ് സ്ട്രീം ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത്. ഈ ഫോണിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രിഡാക്ടർ ബ്ലാക്കും അതുപോലെ തന്നെ ഗൺമെറ്റൽ സിൽവറും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ dimensity 1200 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഇതേ ഒരു പ്രോസസ്സർ തന്നെയാണ് റിയൽമി X7 Max എന്ന ഫോണിൽ വരുന്നത്. പിന്നെ OnePlus Nord 2 എന്ന ഫോണിൽ ഈ ഒരു പ്രോസസ്സറിൻ്റെ ഒരു കസ്റ്റം ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ F3 GT എന്ന ഫോണിൽ അത്യാവശ്യം നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 5G ബാൻഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആകെ 2 5G ബാൻഡ്സ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. N77ഉം അതുപോലെ തന്നെ N78ഉം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ കൂടുതൽ 5G ബാൻഡ്സ് കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ ഈ ഫോണിൽ നെഗറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യങ്ങൾ, ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടും വരുന്നില്ല. ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ തന്നെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. ഈ ഫോണിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൽ GT സ്വിച്ചസ് എന്ന 2 ഫിസിക്കൽ ട്രിഗർ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ടൈമിലും പൊന്തി നിൽക്കുന്ന ബട്ടൺസ് അല്ല. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് ഓപ്പണും ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിൽ മാഗ്ലവ് ട്രിഗേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രാഫീൻ ഹീറ്റ് സിങ്ക് വരുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് ഫോണിലൊക്കെ സാധാരണ കാണുന്ന RGB ഗ്ലോ ലൈറ്റ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ക്യാമറയുടെ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈപ്പർ എഞ്ചിൻ 3.0 അതുപോലെ ഗെയിം ടെർബോ എന്നീ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3 മൈക്രോഫോൺ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈറസ് ഓഡിയോ വയർലെസ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 11 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.65 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് ED ഗ്ലാസ് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5065 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ 67 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ 50% വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ചാർജിങ് കേബിൾ അല്ല ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ L ഷേപ്പിലുള്ള ചാർജിങ് കേബിളാണ് വരുന്നത്. ചാർജ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്.
പിന്നെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 30,999 രൂപയാണ്. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഗസ്റ്റ് 2 മുമ്പ് ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെർഷൻസിനും 1000 രൂപയുടെ ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 9 മുമ്പ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡൽസിനും 500 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നോർമൽ പ്രൈസിംഗ് ആയിരിക്കും. പിന്നെ ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും ലഭിക്കും. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. ജൂലൈ 26 മുതൽ ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F3 GT എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ F3 GT എന്ന ഫോൺ വളരെ മികച്ചൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിന് കോമ്പറ്റീഷൻ ആയിട്ട് വരിക OnePlus Nord 2 അതുപോലെ Realme X7 Max ഇതുപോലുള്ള ഫോണുകളൊക്കെയാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.